അല്ല ചെങ്ങന്മാരെ, നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നെന്താ വെച്ചാൽ നമ്മൾ ട്രാവലിൻ്റെ വ്ളോഗും കാര്യങ്ങളൊന്നും നമ്മളിന്ന് വീഡിയോ ചാനലിൽ കേട്ടോ. എന്ന് പറഞ്ഞാൽ അതായത് നമ്മളെ വീഡിയോക്ക് എന്താ പറയുക, കുറേ ആൾക്കാർ ഇതുപോലെ കമൻറ്റിൽ പറയുന്നുണ്ട്. അതായത് വീഡിയോക്ക് സൗണ്ട് ഇല്ല, ക്ലാരിറ്റി കമ്മിയുണ്ട്. അത്യാവശ്യം നമ്മൾ ഫോണിലാണ് നമ്മളെ വീഡിയോക്ക് ചെയ്യുന്നത്, അതിലാണ് വോയിസും കാര്യങ്ങളൊക്കെ ചെയ്യാറ്. അപ്പോൾ നമ്മൾ ഇന്ന് എന്താ വെച്ചാൽ നമ്മളെ വീഡിയോക്ക് വേണ്ടി, അതായത് വീഡിയോയുടെ സൗണ്ടിൻ്റെ ക്ലാരിറ്റി കാര്യങ്ങളും കൂട്ടാൻ വേണ്ടിയിട്ട് അതായത് 2 മൈക്ക് മേടിച്ചു. അതായത് കുറച്ച് അതായത് പുതിയൊരു യൂട്യൂബിന് ഇരിക്കാവുന്ന രൂപത്തിൽ 2 മൈക്കാണ്. അതായത് ഒരു മൈക്കെന്ന് പറഞ്ഞാൽ സോയത്തിൻ്റെ ഒരു 250 രൂപേൻ്റെ ഒരു മൈക്കുണ്ട്. പിന്നെ ഒന്നെന്ന് വെച്ചാൽ നമ്മളെ ബോയുടെ M1 മൈക്കാണ്. അപ്പോൾ ഈ 2 മൈക്കുടെ റിവ്യൂ ആണ് നമ്മളിന്ന് ചാനലിൽ, അതായത് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മളിന്ന് ചാനലിൽ പറയാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് 2 വീഡിയോ, അതായത് ഇപ്പോൾ ഞാൻ വോയിസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ പറയണ മൊബൈലിൽ എന്ന് പറഞ്ഞാൽ OnePlusൻ്റെ 80ലാണ് ഇപ്പോൾ വോയിസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സാധാരണ നോർമലി വീഡിയോ ചെയ്യല്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല ക്ലാരിറ്റി, അത്യാവശ്യം 80ൻ്റെ ഫോണിന് അത്യാവശ്യം സൗണ്ട് ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഫോണാണ്. പിന്നെ വെച്ചാൽ ബാക്ക്ഗ്രൗണ്ടിൽ അത്യാവശ്യം നല്ല നോയ്സും ഇത് പിടിച്ചെടുക്കും. അതുകൊണ്ടാണ് ചെറിയ എന്താ പറയുക വീഡിയോയിലൊക്കെ അത്യാവശ്യം വോയിസ് കുറേ അങ്ങനെയൊക്കെ ആയിട്ട് പോകണം കേട്ടോ. ഇപ്പോൾ വീഡിയോ കേട്ടുകൊണ്ടിരിക്കുന്നത് OnePlus 80യുടെ സൗണ്ടാണ്. ഇനി നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്, നമ്മൾ അൺബോക്സ് ചെയ്യുന്നത് നമ്മളെ സോയത്തിൻ്റെ, അതായത് 250 രൂപയുടെ സോയത്തിൻ്റെ മൈക്ക് കേട്ടോ. അപ്പം ഇനി അത് വെച്ചിട്ട് അതിൻ്റെ സൗണ്ടാണ് അടുത്ത് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ സോയത്തിൻ്റെ മൈക്ക, കാണുന്നുണ്ടാവും. ഞാൻ ജസ്റ്റ് ഒന്ന് ബോക്സ് തുറന്നു നോക്കിയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ കാര്യങ്ങൾ ഡീറ്റെയിൽ ചെയ്തിട്ട് ഫുള്ളായിട്ട് കാണിച്ചു തരാം. ഇതുപോലെ ബോക്സ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ അതുപോലെ ചെറിയൊരു ഇതായിട്ട് വരാം, ഒരു ഇതിലാണ് വരുന്നത്. അത് ജസ്റ്റ് ഓപ്പൺ ആക്കിയാൽ ഇതുപോലെ കാണാം കേട്ടോ. ഇതുപോലെ ഒരു കവറിൽ അതിൻ്റെ ടോപ്പ്, മൈക്കയുടെ ടോപ്പും പിന്നെ ഇതാട്ടോ മൈക്ക. ഇത് നമ്മളിതുപോലെ ടോപ്പ് നമ്മൾ ഫിറ്റ് ചെയ്യുന്നു. ഇനി ഇതുപോലെ വീഡിയോയുടെ ഇത് അതായത് ഞാൻ എൻ്റെ എന്താ പറയുക, ഫോണെന്ന് പറഞ്ഞാൽ C ടൈപ്പ് പിന്നെ വരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ അതിന് വേണ്ടി ഇതിൻ്റെ സ്പോട്ട് കാരണം അതുപോലെയൊക്കെ വരും. അപ്പോൾ ഇത് C ടൈപ്പ് പിന്നാണ് വരുന്നത്. അപ്പോൾ അതിന് വേണ്ടി സെപ്പറേറ്റ് വാങ്ങിയത് കേട്ടോ. അതിന് ഏകദേശം 60 റുപ്യക്കാണ്. ഇത് കണക്ട് ചെയ്തിട്ട് വേണം എൻ്റെ ഫോണിൽ കണക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് ഈ പറയുന്ന സോയത്തിൻ്റെ 250 രൂപയുടെ മൈക്കിൻ്റെ ഉള്ളിലുള്ള സൗണ്ട് കേട്ടോ. ഹലോ 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 ഇപ്പം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്, അതായത് സോയത്തിൻ്റെ മൈക്കിലുള്ള സൗണ്ടും കാര്യങ്ങളാണ് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എത്രത്തോളം അത് സൗണ്ടും കാര്യങ്ങളും ഉണ്ടെന്ന് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. ഇപ്പോൾ നമ്മൾ സോയത്തിൻ്റെ മൈക്ക് ഇതാക്കുന്നത്. ഇനി അടുത്ത നമ്മൾ ബോയയുടെ M1 എന്ന് പറഞ്ഞ മൈക്കിലാണ് നമ്മൾ അടുത്ത വോയിസ് കേൾക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ തീരുമാനിക്കുക ഏതിലാണ് ക്ലാരിറ്റിയും കാര്യങ്ങളെന്നൊക്കെ. ഹലോ ഹലോ ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ബോയുടെ, അതായത് M1 മൈക്ക് കൂടെ ഒന്ന് ടെസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിൻ്റെ അൺബോക്സും കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ഇതുപോലൊരു കവറിലാണ് നമ്മളെ ബോയ M1 വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ബോക്സ് ഇതുപോലൊരു ബോക്സിലാട്ടോ ബോയ M1, അതായത് ബോയ M1ൻ്റെ മൈക്കും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതുമ്മേ എഴുതിയിട്ടുണ്ട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ കേട്ടോ. ഇത് അത്യാവശ്യം 700 റുപ്യയുടെ ഒരു മൈക്കാണ്. ഇതിൻ്റെ ബോക്സ് തുറന്നു കഴിഞ്ഞാൽ ഇതുപോലൊരു കവറിലാട്ടോ ബോക്സ് ഇത് ഫുള്ള് വരുന്നത്. മൈക്കും സെറ്റും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ട്. പിന്നെ അതിൻ്റെ ഒരു സിലിക്ക ജെല്ല് പറഞ്ഞിട്ടൊരു ഇതുണ്ട് കേട്ടോ ഇതിൻ്റെ ഇതിൻ്റെ ഉള്ളിൽ. പിന്നെ അതുപോലെ പിന്നെ അതിൻ്റെ റിവ്യൂവും കാര്യങ്ങളും, അതായത് മൈക്കിനെ കുറിച്ചുള്ള അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒരു ബുക്ക് ഉണ്ട് കേട്ടോ. ചെറിയൊരു റിവ്യൂവും കാര്യങ്ങളൊക്കെ തരാൻ പറ്റിയ. അപ്പോൾ നമുക്ക് എന്തായാലും മൈക്കിൻ്റെ റിവ്യൂ നോക്കാം. എന്തായാലും ഇതുപോലെ നല്ലൊരു അടിപൊളി കവറാട്ടത്. ഇത് തുറന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ഇതുപോലെ ഒരു ഓഡിയോ, അതായത് ഇത് DSLRന് കണക്ട് ചെയ്യാൻ പറ്റിയ രൂപത്തിൽ തോന്നുന്നു കേട്ടോ. അതായത് മൈക്കയുടെ അത് മേലുള്ളത്, പിന്നെ അതുപോലെ അതിന് കണക്ട് ചെയ്യാൻ പറ്റും, അതായത് DSLRനും മറ്റേ കമ്പ്യൂട്ടറിനൊക്കെ കണക്ട് ചെയ്യാൻ പറ്റിയ രൂപത്തിലുള്ള സംഭവം തോന്നുന്നുണ്ട് ഇത്. പിന്നെ ക്ലിപ്പും പിന്നെ അതിൻ്റെ ഒരു ബാറ്ററി ഈ കവറിലോട്ടത് വന്നത്. അപ്പോൾ അങ്ങനെ 4 സാധനം ഈ കവറിലുണ്ട് കേട്ടോ.
പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഇതുപോലെ നമ്മളെ മൈക്കുണ്ട്. മൈക്ക് എടുക്കുക. അത്യാവശ്യം വണ്ണങ്ങൾ വയറും നല്ല നീട്ടമുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല നീട്ടുള്ള വയറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതുമുള്ളത് കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ ഇതിൽ ബാറ്ററി എന്ന് പറഞ്ഞാൽ ഇതിൽ ഇപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചു തന്ന ഈ ബാറ്ററി ഈ ബാറ്ററി ക്യാമറ, അതായത് ഈ സിസ്റ്റത്തിൻ്റെ ഇവിടെ 2 ഇതിൽ വരുന്നുണ്ട്, കാണുന്നുണ്ടാവും. ഇവിടെ മേലെ ക്യാമറ, അടിയിൽ സ്മാർട്ട് ഫോൺ, അങ്ങനെ 2 ഇതായിട്ടൊക്കെ എടുക്കുന്നത്. നമ്മൾ വേങ്ങുമ്പോൾ ക്യാമറയുടെ ഇതിലാവും ഈ സാധനം എടുക്കുന്നത് കേട്ടോ. ഇതിനെ തിരിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ ബാറ്ററി ഇടാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ട്. അതായത് ക്യാമറക്കൊക്കെ കണക്ട് ചെയ്യുകയാണെങ്കിൽ ബാറ്ററി ഇടണം കേട്ടോ, നല്ല വർക്ക് ആവുള്ളൂ. അതുപോലെ ഇതിൻ്റെ സൈഡിലായിട്ട് ഇവിടെ ബാറ്ററിയും കാര്യങ്ങളും ബാറ്ററി ഇതിൽ തന്നെ ഉണ്ട്. ഇപ്പോൾ ഇതിനായിട്ടുള്ള ഗ്യാപ്പും കാര്യങ്ങളും നമുക്ക് ഫോണിൽ ഉപയോഗിക്കുന്നതുകൊണ്ട് ബാറ്ററിയും കാര്യങ്ങളൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ അത് ഇതുപോലെ തന്നെ നമുക്ക് ടൈറ്റാക്കാം. എൻ്റെ സംഭവം സോറി തലമറിപ്പോയി. ഇതിലൊന്ന് ഇത് പ്രസ് ചെയ്യുക. അപ്പോൾ അത് ഓക്കെ കേട്ടോ. ഇതിന് അത്യാവശ്യം വയറ് കുറേ നീളമുണ്ട് കേട്ടോ, കുറേ നീളം, അത്യാവശ്യം ലോങ്ങിൽ. ഞാൻ 2 മൈക്ക് എന്തിനാണ് എങ്ങനെയെന്ന് വെച്ചാൽ, അതായത് ഒന്ന് ഇത് ഈ പറയുന്ന ബോയുടെ M1 ഇൻഡോർ ചെയ്യാനും മറ്റേത് പുറത്ത് പോകുമ്പോഴൊക്കെ വീഡിയോ ചെയ്യാൻ, അത് കുറച്ച് ചെറിയ വയറും കാര്യങ്ങളൊക്കെ. അതിനാണ് ഈ ഞാൻ സോയത്തിൻ്റെ മൈക്ക് മേങ്ങി കേട്ടോ. ഇത് കുറച്ച് വയർ നീളം കൂടുതലാണ്, പുറത്തൊന്നും കൊണ്ടുപോകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റും തോന്നുന്നില്ല. അത്യാവശ്യം ലോങ് ആയിട്ടുള്ള വയറും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ അടുത്തത് എന്താ പറയുക കേൾക്കാൻ പോകുന്ന ഈ പറയുന്ന ബോയുടെ M1 സൗണ്ടും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബോയ M1, അതായത് അതിൻ്റെ സൗണ്ടാണ് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഹലോ 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 കേൾക്കുന്നില്ലേ? അപ്പോൾ നമ്മൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബോയ M1 സൗണ്ടാണ്. ബോയ M1 എത്രത്തോളം ക്ലാരിറ്റിയും കാര്യങ്ങളും നോയ്സ് എത്രത്തോളം കട്ടാക്കിയിട്ടുണ്ട് കാര്യങ്ങൾ. അതായത് ഇപ്പോൾ നമ്മൾ റൂമിൽ ഇരുന്ന് ചെയ്ത് നമുക്ക് ഔട്ട്ഡോർ പോയിട്ട് ഇതിൻ്റെ 2ൻ്റെയും ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ എന്തായാലും റിവ്യൂ ചെയ്യാട്ടോ. ഹലോ ഹലോ. ഇപ്പോൾ ഞാൻ അതായത് വീടിൻ്റെ സിറ്റൗട്ടിലായിട്ട് വന്നിരിക്കണം. ഇപ്പോൾ അത്യാവശ്യം ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് കാര്യങ്ങൾ നോയ്സും കാര്യങ്ങളൊക്കെ, അപ്പോൾ അവിടുന്ന് പക്ഷികളും കാര്യങ്ങളും കോഴികളും ഒരുപാട് സൗണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് കേട്ടോ. അപ്പോൾ എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവുന്നതുണ്ടാവും. ഞാൻ ഇപ്പോൾ സിറ്റൗട്ടിൽ വന്നിട്ടാണ് വോയിസ് ചെയ്യണത്. അപ്പോൾ എത്രത്തോളം ഇതിൻ്റെ, അതായത് ബോയ M1 ഇപ്പോൾ ഇത് വോയിസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും എത്രത്തോളം ബാക്ക്ഗ്രൗണ്ടിലെ നോയ്സും കാര്യങ്ങളൊക്കെ ഇത് എന്താ പറയുക ഒഴിവാക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടുത്ത് നമ്മളെ അതായത് സോയത്തിൻ്റെ മൈക്കിലൂടെ ഒന്ന് ടെസ്റ്റ് ചെയ്യാം കേട്ടോ. ഹലോ 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 ഹലോ. ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതാണ് സോയത്തിൻ്റെ മൈക്കിലുള്ള സൗണ്ടാണ് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം നേരത്തെ പോലെ തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ അത്യാവശ്യം നോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. എത്രത്തോളം ഇത് കട്ട് ചെയ്യുന്നുണ്ട്, അതായത് ബാക്ക്ഗ്രൗണ്ടിൽ സൗണ്ട് കാര്യങ്ങളൊക്കെ എത്രത്തോളം ഒഴിവാക്കുന്നുണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും. അപ്പോൾ ഹലോ ഹലോ ഹലോ. അപ്പോൾ എത്രയുള്ളൂ ചങ്ങന്മാരെ നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും ഈ പറയുന്ന 2 മൈക്കിലും ഏത് മൈക്കൊക്കെയാണ് ക്ലാരിറ്റി കാര്യങ്ങളൊക്കെ എന്നിട്ടോ. വീഡിയോയിൽ എന്തെങ്കിലും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളോ കാര്യങ്ങളും എന്തായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, അപ്പുറത്താണ് ബെല്ലേക്കും ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവരോടും ഗുഡ് ബൈ.